നമസ്തേ. ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പമ്പയാറിൻ്റെ തീരത്ത് കിഴക്കായിട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു പാറയുണ്ട്, തൃപ്പാറ. അവിടുത്തെ മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ മഹാദേവ ക്ഷേത്രം ഇന്നിപ്പം ഒരു വളരെ ആൾക്കാർ ചുറ്റുമുള്ള കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ എല്ലാം ഉത്സാഹത്താൽ ഈ ക്ഷേത്രമൊക്കെ ഒന്നെല്ലാം പാവനമാക്കി പരിശുദ്ധമാക്കി എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുന്നു. ഇവിടുത്തെ ആ പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ഇവിടെ കന്നിമുറിയിൽ ഗണപതി ഭഗവാനും യോഗീശ്വരന്മാർ അങ്ങനെ എല്ലാ ഒരു ഇവിടുത്തെ പ്രതിഷ്ഠകൾ നമുക്കങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൻ്റെ പൗരാണികത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ ക്ഷേത്രം ഒരു യോഗീശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതായത് ഒരു സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ യോഗീശ്വരന് അതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇരിപ്പക്കാട്ട് ഒരു വീട്ടിലെ ആൾക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ചുമതല ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അവർ പണ്ട് പുരാതനമായ കാലത്ത് ഇവിടെ കാട് പിടിച്ച് കിടന്ന സമയത്ത് ഒരു പശുവിന് പുല്ല് അരിയാനായിട്ടൊരു സ്ത്രീ വന്നപ്പോൾ ചെറിയൊരു കുഴവി പോലെ ഒരു സാധനം, അതായത് ശിവലിംഗമായിരുന്നു അത്. ആ ശിവലിംഗം അവളുടെ കയ്യെ തട്ടി ഉരുണ്ടു പോവുകയും ആ ശിവലിംഗം ഇത് നമുക്ക് അരകല്ലെ കൊണ്ടുവച്ച് അരയ്ക്കാമല്ലോ എന്ന് വെച്ച് ഇവർ വീട്ടിൽ കൊണ്ട് ഭാഗ്യവശാൽ ഇരിപ്പക്കാട്ടെ അമ്മയെ ഇത് കാണിക്കുകയും അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ വലിയ ഭക്തയായിരുന്നു. ആ അമ്മ പറഞ്ഞു, അയ്യോ ഒരു കാരണവശാലും അത് ശിവലിംഗമാണ്, നിങ്ങൾ അരയ്ക്കാനൊന്നും എടുക്കാൻ പാടില്ല, ഇത് പാവനമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ആ ശിവലിംഗം അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയുണ്ടായി. കുറച്ച് ദിവസത്തിനകം ഒരു യോഗീശ്വരൻ്റെ വേഷത്തിൽ ഭഗവാൻ എത്തുകയും അവരോട് വിവരം പറഞ്ഞ് അവിടെ അവരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ സ്വയംഭൂവായിട്ട് ആ ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും വളരെ മനോഹരമാണ്. നമുക്ക് വളരെ നിന്ന് നല്ല സുഗന്ധമായിട്ടുള്ള കാറ്റ്, ഇവിടെ വളരെ ഭംഗിയായിട്ട് ആണ് ഇവിടുത്തെ ഓരോ പ്രകൃതി ശരിയാക്കിയിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിയന്താവെന്ന് പറയുന്ന പോലെ സാക്ഷാൽ കാശിനാഥൻ്റെ ആ ഒരു വിളയാട്ടം പോലെയാണ് ഇവിടെ സർവ്വ ചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്ന ആ മഹാശക്തിയുടെ ആ വൈഭവം ഇവിടുത്തെ ഓരോ മനുഷ്യരെയും വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഈ മഹാദേവക്ഷേത്രം കാലപ്പഴക്കത്തിൽ ഇവിടെ ചുറ്റുപാടുള്ള കുറേ വസ്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോയെങ്കിലും ഇപ്പോൾ ഉള്ളതെല്ലാം എല്ലാവരും കൂടെയൊക്കെ പുനർനിർമ്മിച്ച് ക്ഷേത്രം വളരെ ഭംഗിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ പ്രകൃതി രമണീയത നമ്മളെ ഏവരെയും ആകർഷിക്കുന്നുണ്ട്. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിൽ 41 ദിവസത്തെ ചെറുപ്പും വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടാടുന്നുണ്ട്. ഇവിടെ തെക്ക് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തെക്ക് ഭാഗത്തെ വ്യൂ ആണ്. ഇതിൻ്റെ തെക്കാണ് കോഴഞ്ചേരി സിറ്റി ഇരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഇവിടെ. എന്നാൽ പോലും ഇവിടെ വെള്ളത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ആ മഹത്വം, ഇവിടെ എന്ത് വഴിപാട് നടത്തിയാലും ജലധാര ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർക്കുള്ള രോഗദുരിതങ്ങളൊക്കെ ഇല്ലാതാവുന്നതാണ്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് തൊഴുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമുക്ക് കൈലാസേശ്വരനെ പോയി തൊഴാൻ പറ്റാത്തവർക്കൊക്കെ ഈ തൃപ്പാറയിൽ ആ മഹാദേവൻ്റെ സാന്നിധ്യത്തിൽ വന്ന് തൊഴുത് ആ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഏൽക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്കിനിയും അതിൻ്റെ താഴെയോട്ടുള്ള കുറച്ച് വ്യൂ കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഭംഗിയാണ് ഇവിടെയൊക്കെ. പ്രകൃതി തന്നെ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നോക്കുക.
ഇവിടെ ശിവരാത്രിയിൽ മഹോത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടാടുന്നുണ്ട്. ഇവിടുത്തെ മാസത്തിൽ എല്ലാ തിരുവാതിര നാളും ഇവിടെ അന്നദാന വഴിപാടും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടത്തപ്പെടുന്നുണ്ട്. മഹാദേവൻ്റെ ആ ഒരു സാന്നിധ്യം ഓരോ സ്ഥലത്തും നമുക്ക് പ്രത്യേകമായിട്ട് അനുഭവിച്ചറിയാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ചുറ്റുമുള്ള കുറച്ച് ഹിന്ദു ഭവനങ്ങളെ ഉള്ളെങ്കിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം എല്ലാ ജാതി മതസ്ഥരും വന്ന് ഇവിടെ ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആലുണ്ട്. ആ ആലിനും എൻ്റെ ചുവട്ടിലും ഭഗവത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഈ സ്ഥലം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തീരുമാനിച്ചത്. ഈ സ്ഥലത്തെ ആ പ്രകൃതി രമണീയത വളരെ വളരെ ഏവർക്കും പോസിറ്റീവ് എനർജി തന്നെ നൽകും. ഇന്ന് ഈ യോഗാ ദിനത്തോട് അനുബന്ധിച്ചുള്ള ഈ ദിവസം ഇവിടെ വന്നൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലൊരു ഭാഗ്യം മറ്റ് ഉണ്ടാവാനില്ല. എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഉള്ള സ്റ്റെപ്പുണ്ട്. മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ ചെയ്തിരിക്കുന്നത്. കുറേ സ്റ്റെപ്പുകളാണ് ഇവിടെ കയറണമെങ്കിൽ. ആ സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് വേറെ വഴിയുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ എന്നെ ഇന്ന് ഭഗവാൻ അനുവദിച്ചു. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. കാണാനുള്ള ഭാഗ്യം ഭഗവാൻ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീ മഹാദേവൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം.